പത്തരമാറ്റ് സീരിയലിലെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നന്ദു ആണെങ്കിലും നല്ല വിഷമത്തിലാണ് കേട്ടോ. താൻ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പരിസരം മറന്ന് അനിയോട് വളരെ മോശമായിട്ട് സംസാരിച്ചത് കൊണ്ട് തന്നെയാണ് അനി ഇങ്ങനെ ആരോടും പറയാതെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി മാറി നിൽക്കുന്നതെന്നുള്ളത് നമ്മുടെ നന്ദുവിന് അറിയാം. അതുകൊണ്ട് തന്നെ ആ ഒരു ദേഷ്യം കനകയോടും ഗോവിന്ദനോടും ഒക്കെ നന്ദു തീർക്കുന്നുമുണ്ട്. എന്നിട്ട് നന്ദു ആണെങ്കിലും കനകയോടും ഗോവിന്ദനോടും പറയുന്നുണ്ട്, അമ്മയും അച്ഛനും അന്ന് എന്നെ അത്രയും ചൂട് പിടിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ അവരോട് മോശമായിട്ട് സംസാരിച്ചത്. ഇതിപ്പോൾ ഇതുവരെ അവൻ എവിടെ പോയിരിക്കുക എന്നുള്ളതിന് ഒരു വിവരവും ഇല്ല. അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ കുറ്റബോധം ജീവിതകാലം മുഴുവൻ എന്നെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ഒരിക്കലും അത് മാറാൻ പോകുന്നില്ല. അതൊന്നും എനിക്ക് ഒട്ടും സഹിക്കാനും പറ്റത്തില്ലമ്മേ. ഇപ്പോൾ ഞാൻ കാരണം അനന്തപുരി തറവാട് ഒരു മരണവീട് പോലെ ആയിട്ടുണ്ടാവും. അവിടെ എല്ലാവർക്കും നല്ല വിഷമമായിട്ടുണ്ടാവും എന്നൊക്കെ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും കേട്ടോ നന്ദുവിന് ഒരു ഫോൺ കോൾ വരുന്നത്. കോൾ എടുക്കുമ്പോൾ തന്നെ അനി എവിടെയാണെന്നുള്ള ഒരു സൂചന നമ്മുടെ നന്ദുവിന് കിട്ടുകയാണ്. കനകയോടും ഗോവിന്ദനോടും പറയുന്നുണ്ട്, അനി എവിടെയാണെന്നുള്ളതിന് ഒരു സൂചന കിട്ടിയിട്ടുണ്ട്, ഞാൻ എന്തായാലും പോയി നോക്കിയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവിടുന്ന് നന്ദു പോവുകയാണ്. അപ്പോൾ കനകയ്ക്കും ആകെ വിഷമാവുന്നുണ്ട്. കനക പറയുന്നുണ്ട്, ആ പയ്യനൊന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ മരിക്കുന്നത് വരെ നമുക്കതൊരു സമാധാനക്കേടാകുമല്ലോ ഗോവിന്ദേട്ടാ എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഗോവിന്ദനാണെങ്കിലും പറയുന്നുണ്ട്, നീ നന്ദുവിനോട് അത്രയും ദേഷ്യപ്പെട്ടതും തല്ലിയതൊക്കെയാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണമെന്ന് പറയുകയാണ്. ആ ഒരു ദേഷ്യം അവളുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അനിയെ കണ്ടപ്പോൾ അവൾ അത്രയും മോശമായിട്ട് പെരുമാറിയെന്ന് പറയുകയാണ്. പിന്നെ കുടുംബ ബന്ധത്തിനൊക്കെ പ്രാധാന്യം നൽകുന്ന ഒരു പയ്യനായതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അവൻ ചെയ്യില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദൻ പറയുന്നുണ്ട്. അങ്ങനെ അനിയെ കണ്ടെത്താനായിട്ട് നന്ദു ആണെങ്കിലും അവിടുന്ന് പുറത്തോട്ടൊക്കെ പോവുകയാണ് കേട്ടോ. അങ്ങനെ നന്ദു അനിയെ അന്വേഷിച്ച് പോകുന്നത് നമ്മുടെ വേണു വഴിയിൽ വെച്ച് കാണുകയാണ്. വേണു ആ സമയത്ത് തന്നെ വണ്ടി തിരിച്ച് നന്ദുവിൻ്റെ പുറകെ പോവുകയാണ്. ഇവളെങ്ങോട്ടാ പോകുന്നത്, ഇനി അനിയെ കാണാനായിട്ട് ഇവൾ പോകുന്നതാണോ എന്നുള്ളൊരു സംശയത്തിൽ തന്നെ വേണു ആണെങ്കിലും നന്ദുവിൻ്റെ പിന്നാലെ പോകുന്നുണ്ട്. ഈ സമയത്ത് അനന്തപുരിയിലാണെങ്കിലും എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ജലജയാണെങ്കിലും വന്നിട്ട് അബിയുടെ നവ്യയുടെ റൂമിലെ വാതിൽ വന്ന് മുട്ടുന്നുണ്ട്. നവ്യാണെങ്കിലും ഉണർന്നിട്ട് അബിയെ വിളിച്ച് എഴുന്നേപ്പിച്ച് വിടുന്നുണ്ട്, കതക് പോയി തുറക്കാൻ പറഞ്ഞ്. അങ്ങനെ അബിയാണെങ്കിലും എഴുന്നേറ്റ് വാതിലൊക്കെ തുറന്ന് നോക്കുമ്പോഴേക്കും അവിടെ ജലജയാണ് കാണുന്നത്. അപ്പോൾ അബി ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാ ഈ രാത്രിയിൽ വന്ന് ഇങ്ങനെ വാതിൽ മുട്ടിക്കൊണ്ടിരിക്കുന്നത്, ഞങ്ങളുടെ ഉറക്കം കളയാനായിട്ട് എന്നിങ്ങനെ പറയുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, എടാ നീ അറിഞ്ഞോ അനിയെ കാണാനില്ല എന്ന്. ഇന്ന് ഉച്ച മുതൽ അവനെ കാണുന്നില്ല അത്രേ. എല്ലാവരും അനിയെ കാണാത്തതുകൊണ്ട് ഭയങ്കര വിഷമത്തിലാണ്. ആർക്കും ഇവിടെ ഒരു സമാധാനവും ഇല്ല. എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോഴേക്കും അഭി പറയുന്നുണ്ട്, അവൻ വേറെ എവിടെ പോകാനാ, അവൻ മിക്കവാറും ആ നന്ദുവിൻ്റെ പിന്നാലെ കാണും എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും നവ്യയ്ക്ക് വല്ലാതെ ദേഷ്യം വരികയാണ് കേട്ടോ. നവ്യ പറയുന്നുണ്ട്, പിന്നെ നന്ദുവിൻ്റെ കൂടെ കാണും എന്ന് പറഞ്ഞാൽ നന്ദു ആണോ അവൻ്റെ പുറകെ നടക്കുന്നത്, അവനല്ലേ നന്ദുവിൻ്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ജലജ പറയുന്നുണ്ട്, ഏയ് അങ്ങനെയൊന്നുമല്ല, അവൻ്റെ പോക്കത്ര ശരിയല്ല നവ്യേ. കല്യാണം കഴിഞ്ഞ ഒരുത്തനാ അവൻ. അവൻ താലി കെട്ടിയ ഒരു പെണ്ണ് അവനും കാത്ത് റൂമിൽ ഇരിക്കുന്നുണ്ടെന്നുള്ളത് അറിയാമായിരുന്നിട്ടാണല്ലോ അവൻ എപ്പോഴും ആ നന്ദുവിൻ്റെ പിന്നാലെ നടക്കുന്നതെന്നൊക്കെ ഉള്ള കാര്യം പറയുന്നുണ്ട്. അതാരും മറക്കാതിരുന്നാൽ കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, എൻ്റെ അനിയത്തി അങ്ങനെ അഴിഞ്ഞാടി നടക്കുന്ന ഒരുത്തിയൊന്നും അല്ല. അനിയാണ് അവളെ ശല്യം ചെയ്ത അവളുടെ പിന്നാലെ നടക്കുന്നത്. അതിനിപ്പോൾ അവളെന്ത് ചെയ്യാനാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അഭി പറയുന്നുണ്ട്, അങ്ങനെ നീ അമ്മ പറഞ്ഞതിനെ നിസ്സാരമാക്കി എടുക്കേണ്ട നവ്യേ. പ്രേമത്തിന് കണ്ണും മൂക്കും ഒന്നുമില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് നിൻ്റെ അനിയത്തിയും സൂക്ഷിക്കുന്നതൊന്നും നല്ലതാണെന്ന് പറയുന്നുണ്ട്. ജലജ പറയുന്നുണ്ട്, നിൻ്റെ അനിയത്തിക്ക് വല്ല മനം പുരട്ടലോ ഓക്കാനോ ഒക്കെ ഉണ്ടെങ്കിലേ അതൊക്കെ സൂക്ഷിക്കണ്ടേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുമ്പോഴേക്കും നവ്യയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട് നവ്യ പറയുന്നുണ്ട്, എൻ്റെ നന്ദുവിന് അവളുടെ ശരീരം സംരക്ഷിക്കാൻ നന്നായിട്ട് അറിയാം. അതിനെ ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അവൾ ആവശ്യമില്ലാത്ത ഒരു പരിപാടിക്കും പോവില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ജലജ ആണെങ്കിലും പറയുന്നുണ്ട്, ഇവിടെ ഒരു പുണ്യാളനുണ്ടല്ലോ ആദർശ്, അവൻ്റെ അതേ പാതയിൽ തന്നെയാണല്ലോ അനിയും. അതുകൊണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അമ്മ പറഞ്ഞതിനും കാര്യമായിട്ട് എടുത്തേ പറ്റുള്ളൂ. നിന്റെ അനിയത്തിക്ക് നല്ല തൊലിക്കെട്ടിയൊക്കെ ഉണ്ടെങ്കിലും അവളൊരു എസ് ഐ ആണെന്ന് പറഞ്ഞാലുവേ അനിയുടെ മുമ്പിൽ അവളൊരു പൂച്ചയെ പോലെ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും നവ്യക്കാണെങ്കിലും നല്ല ദേഷ്യം വന്നിട്ട് നവ്യ ഓരോന്നിങ്ങനെ പറയുന്നുണ്ട് അബിയോട്. അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, ഇതിൻ്റെ പേരിൽ ഇനി നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ കിടന്നിങ്ങനെ അടിയൊന്നും ഉണ്ടാക്കണ്ട. നീ എൻ്റെ കൂടെ ഒന്ന് വന്നേ നവ്യ എന്ന് പറഞ്ഞിട്ട് നവ്യെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് അനാമികയാണെങ്കിലും കാമുകനുമായിട്ട് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ പറയുന്നുണ്ട്, ആ അനി ഇതുവരെ എത്തിയിട്ടില്ല. എവിടെയെങ്കിലും പോയി ചാവുമായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു, എവിടെയെങ്കിലും പോയി ചാവുമായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു. അപ്പോൾ പിന്നെ വിധവയായിട്ടാണെങ്കിലും ഇവിടെ നിൽക്കാമായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് കിട്ടാനുള്ള ഓഹരിയൊക്കെ തന്നില്ലേ അവർക്ക് എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റുള്ളൂ. അത് തന്നെയല്ല, ഇവിടുത്തെ കാരണവരെങ്ങാനും പറഞ്ഞാലോ. അത് തന്നെയല്ല,
എനിക്ക് ചെറിയ പ്രായമല്ലേ, അതുകൊണ്ട് വേറെ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ അതും കൂടെ അങ്ങ് കഴിയുമായിരുന്നെങ്കിൽ നമ്മുടെ റൂട്ടൊക്കെ ക്ലിയർ ആയേനെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് കേട്ടോ ജലജ നവ്യയും വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. ജലജ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്തെങ്കിലും വിവരം കിട്ടിയോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും, ഇല്ല അപ്പച്ചി, ഒരു വിവരവും കിട്ടിയില്ല, ഞാൻ അവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് വിളിച്ച് അന്വേഷിക്കുകയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ വിഷമം അഭിനയിച്ചുകൊണ്ട് തന്നെ അനാമിക പറയുകയാണ്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, മിക്കവാറും അവൻ ആ നന്ദുവിൻ്റെ പിന്നാലെ തന്നെ കാണും, എപ്പോഴും അവളുടെ പിന്നാലെയല്ലേ അവൻ നടക്കുന്നത്. അപ്പോൾ അനാമികയും പറയുന്നുണ്ട്, അത് തന്നെയാ അപ്പച്ചി എൻ്റെയും സംശയം, അവൻ മിക്കവാറും അവളുടെ കൂടെ തന്നെ കാണും. ഇവിടെയുള്ളവർ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, എൻ്റെ അനിയത്തി അങ്ങനൊന്നും ചെയ്യില്ല, അവൾക്കതിൻ്റെ ആവശ്യവും ഇല്ല. അങ്ങനെ അവനെ സ്റ്റേഷനിലിരുത്തിയിട്ട് ഇവിടെയുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ എൻ്റെ അനിയത്തി ഒരിക്കലും ശ്രമിക്കില്ല. പിന്നെ കുറച്ച് ദിവസമായിട്ട് അവൻ വലിയ നിരാശയിലായിരുന്നു, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തോന്നുള്ളത് അറിയില്ല. അവൻ്റെ ജീവിതം ഇങ്ങനെ ആയി പോയല്ലോ എന്നോർത്തിട്ട് അവന് നല്ല വിഷമമുണ്ടെന്നൊക്കെയുള്ള രീതിയിൽ തന്നെ നവ്യ പറയുന്നുണ്ട്. എൻ്റെ അനിയത്തിയെ കുറ്റപ്പെടുത്തി ആരും ഒന്നും പറയേണ്ട കാര്യമില്ല. അവൾ എവിടെയാണ് നിൽക്കുന്നതെന്നുള്ള കാര്യം അവൾക്ക് നല്ല നിശ്ചയമുണ്ട്. അനിയുടെ പുറകെ ചെന്ന് അവനെ ശല്യം ചെയ്യാറുമില്ല. അവനാണ് അവളുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നത്. അതിനിപ്പോൾ അവൾ എന്ത് ചെയ്യാനെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, അല്ലെങ്കിലും ചേച്ചിമാരെല്ലാം അനിയത്തിയുടെ ഭാഗത്തല്ലേ നിൽക്കുകയുള്ളൂ, പിന്നെ ഞാൻ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ദേഷ്യം വന്നിട്ടാണെങ്കിലും നവ്യ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പം ജലജ പറയുന്നുണ്ട്, മോള് പറഞ്ഞത് തന്നെയാണ് ശരി, മിക്കവാറും അവൻ അവളുടെ കൂടെ തന്നെ കാണും. ഈ പോക്ക് പോയാൽ രണ്ടും കൂടെ ഒരുമിച്ച് എവിടെയെങ്കിലും താമസിക്കുമെന്ന് പോലും പറയാൻ പറ്റില്ല. മോള് സൂക്ഷിച്ചില്ലെങ്കിലേ മോളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന പ്രശ്നമായത് എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ അവിടുന്ന് പോകുന്നുണ്ട്. ജലജയാണെങ്കിലും മനസ്സിൽ ചിന്തിക്കുന്നതോ, അവൻ എതിൽ പോയാലും എനിക്കൊരു കുഴപ്പമില്ല, അവൻ ഇനി ചത്താലും എനിക്ക് പ്രശ്നമില്ല എന്ന് തന്നെയാണ്. പിന്നീട് നവ്യാണെങ്കിലും ഹാളിലോട്ട് വരുമ്പോഴേക്കും നയന ഇങ്ങനെ ഉറങ്ങാതെ വിഷമിച്ച് ഇരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് നവ്യ നയനയോട് പറയുന്നുണ്ട്, ചേട്ടൻ്റെ അതേ പാത പിൻപറ്റുന്നവൻ തന്നെയാണല്ലോ അനിയനും എന്നിങ്ങനെ പറയുകയാണ്. മുത്തശ്ശൻ്റെയും ഈ കുടുംബത്തിൻ്റെയും സൽപ്പേരും അന്തസ്സും മൊത്തം കളയാനായിട്ട് തന്നെ പിറന്നതാണല്ലോ രണ്ടുപേരും. അല്ല, ഇപ്പം ആ രീതിക്കാണല്ലോ രണ്ടുപേരുടെയും പോക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും നയനയ്ക്ക് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട്. നയന പറയുന്നുണ്ട്, അതെ, ആദർശേട്ടനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാതിരിക്കുന്നതാണ് ചേച്ചിക്ക് നല്ലത്, അല്ലെങ്കിൽ എല്ലാ സത്യങ്ങളും എനിക്ക് തുറന്നു പറയേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ നയന പറയുമ്പോഴേക്കും, എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ നീ പറയടി, അല്ലാതെ ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നാൽ ബാക്കിയുള്ളവർ അറിയുമോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അന്നേരം അത് കേട്ടോണ്ട് അങ്ങോട്ടേക്ക് ആദർശ് വരുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, അനിയെ കാണാത്തതിൻ്റെ ഒരു വിഷമത്തിലാണ് ഇപ്പം ഇവിടെയുള്ള എല്ലാവരും, അതുകൊണ്ട് ആവശ്യമില്ലാത്ത സംസാരമൊന്നും ഇപ്പം വേണ്ടാന്ന് ഇങ്ങനെ പറയുകയാണ്. അപ്പം നവ്യ പറയുന്നുണ്ട്, ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല ആദർശേട്ടാ, ഇവിടെ ഓരോരുത്തർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അന്നേരം ആദർശാണെങ്കിലും പറയുന്നുണ്ട്, ഇവിടെയുള്ള ബാക്കി ആരുടെയും കാര്യങ്ങളൊന്നും നീ അന്വേഷിക്കണ്ട. ആ പാവം മുത്തശ്ശൻ, ക്യാൻസർ എന്ന രോഗം പിടിപെട്ട് കിടക്കുന്ന ആ മുത്തശ്ശൻ, അദ്ദേഹത്തെ ഓർത്തെങ്കിലും നീ ഒന്ന് അടങ്ങുന്നൊക്കെ നവിയോട് പറയുകയാണ്. അന്നേരം നവ്യ ആദർശനോട് പറയുന്നുണ്ട്, ആ മുത്തശ്ശൻ്റെ കാര്യം ഓർക്കാത്തത് ആരാ ആദർശേട്ടാ, ആദർശേട്ടൻ തന്നെയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആദർശേട്ടൻ തന്നെയല്ലേ ഈ കുടുംബത്തിൻ്റെ സൽപ്പേര് കളഞ്ഞോന്നിങ്ങനെ ചോദിക്കുകയാണ്. നയനെ ഉടനെ ചോദിക്കുന്നുണ്ട്, ആ മുത്തശ്ശൻ എന്നിട്ട് അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ ആദർശേട്ടനെ വെറുത്തോ, ആദർശേട്ടനെ കുറ്റപ്പെടുത്തിയോ? ഇല്ലല്ലോ. അതുകൊണ്ട് ചേച്ചി ഇക്കാര്യത്തിൽ കൂടുതൽ ഇടപെടാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്, അല്ലെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയേണ്ടി വരും, എന്നെക്കൊണ്ടാവൊന്നും പറയിപ്പിക്കാത്തോ നല്ലതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇങ്ങനെ ഒരു തെറ്റ് ചെയ്ത ആദർശേട്ടനെ മുത്തശ്ശൻ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിലേ അത് ആദർശേട്ടൻ മുത്തശ്ശൻ്റെ സ്വന്തം കൊച്ചുമോനായതുകൊണ്ട് മാത്രമാണ്. ബാക്കിയുള്ളവരോട് തോന്നുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം ആദർശേട്ടനോട് മുത്തശ്ശനുണ്ട്, അതുകൊണ്ട് തന്നെയാണ് മുത്തശ്ശൻ ആദർശേട്ടനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ആദർശനാണെങ്കിലും ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും നല്ല ദേഷ്യം വരുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, ഇനി ഞാൻ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിലേ എന്തെങ്കിലുമൊക്കെ ഞാൻ വിളിച്ചു പറയും, ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ അതൊന്നും പറയാത്തോ തന്നെയാണ് നല്ലത്, ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്നും പറഞ്ഞിട്ട് നയനയും കൂട്ടിയിട്ട് ആദർശാണെങ്കിലും അവിടുന്ന് പോകുന്നുണ്ട്. അന്നേരം നവ്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, പിന്നെ ആദർശം പറഞ്ഞു വന്നേക്കുന്നു, ആകെപ്പാടെ ആ പേരിൽ മാത്രമേ ഉള്ളൂ അങ്ങേർക്ക് ആദർശം, എന്നിട്ടാ അയാൾ ആദർശത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വാദിക്കാൻ വന്നേക്കുന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് നവ്യ. പിന്നെ കാണിക്കുന്ന നമ്മുടെ നന്ദുവിനെ തന്നെയാണ്. നന്ദു ആണെങ്കിൽ ഇങ്ങനെ അനി അന്വേഷിച്ച് പോകുമ്പോഴേക്കും ഒരു ക്ഷേത്രത്തിൻ്റെ ആൽത്തറയിൽ അനി കിടക്കുന്നതായിട്ട് നന്ദു കാണുന്നുണ്ട്. അങ്ങനെ നന്ദു അവിടെ വണ്ടി നിർത്തിയിട്ട് വന്നിട്ട് അനിയെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ഡാ അനി, നീ എഴുന്നേറ്റ്, നീ എന്തായി കാണിക്കുന്നത്, എല്ലാവരെയും വിഷമിപ്പിച്ച് ഫോൺ ചെയ്ത് നീ എന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നതെന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് നന്ദുവിനെ ഫോളോ ചെയ്ത് വന്ന വേണു ആണെങ്കിലും ഇതെല്ലാം കാണുന്നുണ്ട്. വേണു ഇവർ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നതൊക്കെ വീഡിയോ എടുക്കുകയാണ് അനാമയ്ക്ക് അയച്ചു കൊടുക്കാനായിട്ട്. രണ്ടുപേരും കൂടെ പ്രേമിച്ച് നിൽക്കുകയാണല്ലേ.
കാണാനില്ല കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അവനുള്ളിടം ഇവക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. ഇവർ രണ്ടുപേരും ഇങ്ങനെ ഇവിടെ രഹസ്യമായിട്ട് പ്രേമിച്ചുകൊണ്ടിരുന്നാൽ അവിടെ എൻ്റെ മോൾക്ക് എന്ത് സ്ഥാനമാവുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇതെല്ലാം നമ്മുടെ വേണു മൊബൈലിൽ പകർത്തുകയാണ്. അങ്ങനെ നന്ദുവാണെങ്കിലും അനുയോട് കുറച്ച് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ അവസ്ഥ എന്താണെന്ന് നിനക്ക് അറിയില്ലേ? എന്നെ നീ ഇങ്ങനെ ധർമ്മസങ്കടത്തിലാക്കരുത് നീ. എൻ്റെ അവസ്ഥ നീ ഒന്ന് മനസ്സിലാക്കുക. നീ വെള്ളമടിച്ചിട്ടില്ലെന്നൊക്കെയുള്ളത് എനിക്ക് മനസ്സിലായി. നീ വീട്ടിൽ പോ. നിന്നെയും കാത്ത് അനന്തപുരിയിൽ ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട്. അനി ഉടനെ പറയുന്നുണ്ട്, ആ അത് ശരിയാ, എൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ വളരെ വിഷമമായിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ ആയ നീ എന്നെ അന്വേഷിച്ച് ഇവിടെ വരെ എത്തിയത്. എന്നെ മനസ്സിലാക്കാത്ത, ഞാൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാത്ത വീട്ടിലോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ലാന്ന് അനി പറയുകയാണ് കേട്ടോ. ഇപ്പം എൻ്റെ കൂടെ ജീവിക്കുന്നത് ഒരു വിഷപ്പാമ്പാണ്. എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല. എൻ്റെ ജീവിതത്തിലാകെ നിന്നെ മാത്രമേ ഞാൻ മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ടുള്ളൂ. ആ നീ തന്നെ ഇന്ന് എന്നെ തല്ലിയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, അതിന് ഞാൻ നിന്നെ തല്ലിയൊന്നുമില്ലല്ലോ, ഭിത്തിയിൽ ചേർത്ത് നിർത്തി കോളറിൽ പിടിച്ചതല്ലേ ഉള്ളൂ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അനി സങ്കടപ്പെട്ട് ചോദിക്കുന്നുണ്ട്, എന്തേ നീ എന്നെ തല്ലാഞ്ഞത്? നിനക്ക് എന്നെ തല്ലത്തില്ലായിരുന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അപ്പം നന്ദു പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഞാൻ അന്നേരം ഓർത്തതാ, പക്ഷെ നീ ആയതുകൊണ്ട് ഞാൻ എന്നെ തന്നെ അങ്ങ് നിയന്ത്രിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് നന്ദു. അനി പറയുന്നുണ്ട്, ഇനി അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇനി അങ്ങനെയൊന്നും വിചാരിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയാൽ അങ്ങ് ചെയ്തേക്കണം. എന്തായാലും ഇനി ഇതുപോലുള്ള ഒളിച്ചോട്ടങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊരു സാമ്പിൾ മാത്രമാ. ഇനി ഇതുപോലെ പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വല്ല ദൂര സ്ഥലത്തേക്കും പോകും, ആർക്കും എന്നെ കണ്ടുപിടിക്കാൻ പറ്റാത്തത്ര ദൂരത്തേക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും നന്ദുവിന് മഹാപാടെ വിഷമമൊക്കെ ആവുന്നുണ്ട്. നന്ദു ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും അനി പിന്നെയും ചോദിക്കുന്നുണ്ട്, ഞാൻ ഇത്രമാത്രം നിന്നെ സ്നേഹിച്ചിട്ടും നിനക്ക് എന്നോട് ശകലം പോലും സ്നേഹം തോന്നിയിട്ടില്ലേ? എന്നെ വെറുക്കുകയാണോ? ഇത്രമാത്രം വെറുക്കാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നന്ദു വിഷമത്തോടു കൂടി പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ നിന്നെ മറക്കാൻ പറ്റുമോടാ? എനിക്ക് നിന്നെ അങ്ങനെ വെറുക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും എനിക്കാണെങ്കിലും മനസ്സിലൊരു കുളിർമഴ പെയ്ത പോലെ ആയിരുന്നു കേട്ടോ. നിന്നെ മറന്നിട്ട് എനിക്ക് വേറൊരു ജീവിതം ഉണ്ടാവുമോ എന്നൊക്കെ നന്ദു ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അനിയാണെങ്കിലും പെട്ടെന്ന് തന്നെ നന്ദുവിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ആ ഒരു നിമിഷത്തിൽ നന്ദു അത് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നന്ദു വന്നിട്ട് പെട്ടെന്ന് തന്നെ അനിയെ തട്ടി മാറ്റുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അനി നീ എന്തുവാ അനി കാണിക്കുന്നത്? എനിക്ക് നിന്നോട് ഒരുപാട് ഇഷ്ടമുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ എനിക്ക് എൻ്റെതായ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് ചില പരിമിതികളൊക്കെ ഉണ്ട്. എല്ലാം എനിക്ക് തുറന്നു പറയാൻ പറ്റില്ല. എൻ്റെ 2 ചേച്ചിമാരുടെ ജീവിതം, നിന്റെ ജീവിതം, എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഞാൻ കൊടുത്ത വാക്ക്, ഇതൊക്കെ എനിക്ക് നോക്കിയല്ലേ പറ്റൂ അനി എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും എനിക്കൊരു ആശ്വാസം ആവുന്നുണ്ട്. മറ്റുള്ളവരുടെ പ്രഷർ കൊണ്ട് മാത്രമാണ് നന്ദു എന്നിൽ നിന്ന് അകലുന്നെന്നുള്ളത്. നന്ദുവിന് അനിയോട് ഒരു ദേഷ്യമില്ലെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ തന്നോട് ഇപ്പോഴും നന്ദുവിന് സ്നേഹമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ വേണു വീഡിയോയിൽ പകർത്തുന്നുണ്ട് കേട്ടോ. നന്ദു അനിയോട് പറയുന്നുണ്ട്, നീ ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത്. നിന്റെ ഈ പോക്ക് കാണുമ്പം എനിക്ക് വല്ലാണ്ട് പേടിയാവുകയാ. അനി പറയുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യുന്നതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇതിപ്പോൾ ഒരു സാമ്പിൾ ഒളിച്ചോട്ടം മാത്രമാണ്. ഇനിയും നീ എന്നിൽ നിന്ന് ഒരുപാട് അകലാൻ ശ്രമിച്ചാൽ ഞാൻ ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യും. അത് ഇനി ചിലപ്പോൾ തിരിച്ചു വരാൻ പോലും പറ്റാത്ത ഒളിച്ചോട്ടമായിരിക്കും. എന്നാലും എനിക്ക് മരിക്കാൻ പേടിയാണെന്തോ. കാരണം മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണുമായിട്ട് എനിക്ക് ഒന്നിക്കാൻ പറ്റില്ലല്ലോ, എനിക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും വല്ലാതെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നന്ദു. ഇവരൊന്നിച്ച് സംസാരിക്കുന്നതും രണ്ടുപേരും പരസ്പരം വാരിപ്പുണരുന്നതും എല്ലാം നമ്മുടെ വേണു ഭംഗിയായിട്ട് റെക്കോർഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ളൊരു ഒളിച്ചുകളിയൊക്കെ ഇവിടെ നടക്കുമ്പം എങ്ങനെയാണ് എൻ്റെ മോക്ക് ഇതൊക്കെ കണ്ടുകൊണ്ട് പിടിച്ചെടുക്കാൻ പറ്റുന്നത്? എന്തായാലും ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വേണു ആണെങ്കിലും തിരിച്ച് വീട്ടിലോട്ട് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് രേവതിയോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. നമ്മുടെ മോള് സംശയിച്ചത് ശരിയായിരുന്നു രേവതി. അവനും അവളും കൂടെ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അതും അമ്പലത്തിന് മുമ്പിലാണെന്നുള്ളൊരു ബോധം പോലും ഇല്ലാതെയാ. എന്തായാലും അവൻ അവിടെ ഉള്ള കാര്യം അവൾക്ക് എങ്ങനെ അറിയാം? രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് രേവതി ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. എങ്ങനെ നമ്മുടെ മോളെ പുറത്താക്കിയിട്ട് അവൾ അവിടെ കയറാൻ വേണ്ടിയിട്ട് തന്നെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് പറയുകയാണ്. എന്തായാലും ഇതൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ മോളെ വിളിച്ച് പറയട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അനിയും നന്ദുവും കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ ഒരു ഫോട്ടോയും വീഡിയോയും ഒക്കെ അനാമയ്ക്ക് അയച്ചു കൊടുക്കുകയാണ് വേണു. അനാമയാണെങ്കിലും ഇത് കാണുമ്പോൾ നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ടെങ്കിലും അനിയും നന്ദുവിനും താറടിക്കാൻ കിട്ടിയ ഒരു തെളിവല്ലേ, അതുകൊണ്ട് ഇത് വേണ്ട രീതിക്ക് കൈകാര്യം ചെയ്യണം എന്ന് തന്നെ പറയുകയാണ് വേണുവിനോട്. എന്തായാലും മോളെ, നമുക്ക് കിട്ടിയ ഒരു അവസരമാണ് ഇതെന്തായാലും, ഈ അവസരം എന്തായാലും മോള് മുതലാക്കണം. ഇനിയൊരു അവസരം നമുക്ക് ഇതുപോലെ കിട്ടണമെന്നില്ല, അതുകൊണ്ട് മോൾ ഇത് മാക്സിമം ഉപയോഗപ്പെടുത്തണം എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ വേണുവും രേവതിയും. അങ്ങനെ അനാമികയാണെങ്കിലും ഈ ഫോട്ടോ കൊണ്ടുപോയി നേരെ കാണിക്കുന്നത് ജാനകിയാണ്. എന്നിട്ട് ജാനകിയോട് പറയുന്നുണ്ട്, അമ്മേ കണ്ടോ അമ്മേ, ഇപ്പം എങ്ങനെയുണ്ട്? ഞാൻ അപ്പോഴേ അമ്മയോട് പറഞ്ഞില്ലേ അവൻ അവളുടെ കൂടെ തന്നെ കാണുമെന്ന്. ദേ ആ അഴിഞ്ഞാട്ടക്കാരിയുടെ കൂടെ പോയി കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോയൊക്കെയാണിത്.
അമ്മേ ഞാൻ എങ്ങനെ ഈ ഫോട്ടോയും വീഡിയോ ഒക്കെ കാണിക്കും അമ്മേ? അത്രയ്ക്ക് വൃത്തികേടുകളാണ് ഇതിലുള്ളത്. അവളും ആ അനിയും കൂടെ ചേർന്നിട്ട് അമ്മയുടെ മോനും ആ കരാട്ടക്കാരിയും കൂടെ കാണിച്ചു കൂട്ടുന്നതൊക്കെയാ ഇത്. ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാ അമ്മേ ഞാൻ അനിയെ സ്നേഹിക്കുന്നത്? എങ്ങനെ ഞാൻ അവൻ്റെ ജീവിതത്തിലോട്ട് കയറാനാണ്? നിങ്ങൾ എപ്പോഴും പറയുന്നുണ്ടല്ലോ ഞാൻ അനിയെ കുറച്ചും കൂടെ സ്നേഹിക്കണം സ്നേഹിക്കണമെന്ന്. ഏതൊരു ഭാര്യയ്ക്കാ അമ്മേ ഇതൊക്കെ കണ്ടിട്ട് സഹിച്ചു നിൽക്കാൻ പറ്റുന്നത്? അമ്മ തന്നെ പറയാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് ജാനകിയെ. ജാനകിയാണെങ്കിലും ഇത് കേട്ട പാടെ താഴോട്ട് ഹോളിലോട്ട് ചെല്ലുകയാണ് ദേഷ്യത്തോടെ. എന്നിട്ട് അജയനോടും ജയനോടും ദേവയാനോടും ആദർശനോടും നയനോടും ഒക്കെ ചോദിക്കുന്നുണ്ട്, അനി എവിടെയുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ മരുമോളെ പറ്റിച്ചിട്ട് ഇപ്പോഴും ആ കരാട്ടക്കാരുടെ കൂടെ അവൻ ചുറ്റിക്കറങ്ങി നടക്കുക. അവനെ ആരും വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത എന്താണെന്നറിയാവോ? അവളുടെ കൂടെ ആയതുകൊണ്ടാ. അവളുമായിട്ട് ഒന്നിച്ചിരിക്കുന്ന കാണാൻ പാടില്ലാത്ത കാഴ്ചകളൊക്കെയാണ് ഞാനിപ്പോൾ കണ്ടത്. ഇതൊക്കെ എങ്ങനെ എൻ്റെ മോള് സഹിക്കും? നിങ്ങൾ തന്നെ പറ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ദേവേന ചോദിക്കുന്നുണ്ട്, എന്താ ജാനകി നീ എന്താ ഈ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ജാനകി ദേഷ്യത്തോടെ തന്നെ നയനോട് പറയുന്നുണ്ട്, ഏട്ടത്തിയുടെ മരുമകളോട് ചോദിക്കേ, അവൾക്കറിയാം എല്ലാം. അവളായിരിക്കും ഇതിനൊക്കെ വളം വെച്ച് കൊടുത്തത് അവളുടെ അനിയത്തെ ഇങ്ങോട്ടേക്ക് വിളിച്ച് കയറ്റാനായിട്ട്. അല്ലെങ്കിൽ അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നയനയ്ക്കാണെങ്കിലും ദേഷ്യം വന്നിട്ട് നയന പറയുന്നുണ്ട്, എന്താ ഇളയമ എന്താ ഈ പറഞ്ഞു വരുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അന്നേരം പറയുന്നുണ്ട്, നിനക്കൊന്നും അറിയത്തില്ല അല്ലേടി, നിന്റെ അനിയത്തി എൻ്റെ മോനെ വശീകരിച്ച് കൊണ്ട് നടക്കുക ഇപ്പം. അവനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുമല്ലായിരുന്നു ഇത്രയും നേരം. അവനെ അവളുടെ കൂടെയുണ്ട്, നിന്റെ അനിയത്തിയുടെ കൂടെ. അവളുമായിട്ട് ചുറ്റിക്കറങ്ങി നടക്കുക അവൻ. എൻ്റെ മോളെ വിഷമിപ്പിക്കാനായിട്ട് തന്നെയല്ലേ അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അന്നേരം നയനക്ക് ദേഷ്യം വന്നിട്ട് നയന പറയുന്നുണ്ട്, ദേളയമ്മ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയണ്ട. എൻ്റെ നന്ദു ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. നന്ദു ഇതുവരെ ഞങ്ങൾ പറഞ്ഞതെല്ലാം അനുസരിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ടാ ഇന്ന് രാവിലെ പോലും അവൻ സ്റ്റേഷനിൽ ചെന്നപ്പോൾ നന്ദു അവനോട് വളരെ മോശമായിട്ട് പെരുമാറിയത്. ആ നന്ദു മോശമായിട്ട് പെരുമാറിയതിൻ്റെ ആ ഒരു സങ്കടത്തിലാണ് അവൻ ആരോടും പറയാതെ എവിടെയോ മാറിയിരിക്കുന്നത്. അങ്ങനെയുള്ള നന്ദു തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുന്ന ഇളമ എന്തിനാ പറയുന്നതൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, ആര് പറഞ്ഞു അല്ലെന്ന്? എൻ്റെ അച്ഛൻ ഇപ്പോൾ എനിക്ക് അയച്ചു തന്ന ഫോട്ടോസാണ് ഇത്. അനിയും നന്ദും കൂടെ ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ. ഇത് കണ്ടിട്ട് നിങ്ങൾ അങ്ങനെ പറയുമോ? ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഇതെല്ലാം കാണിച്ചു കൊടുത്തിട്ട്. ഇത് കാണുമ്പോഴേക്കും അവർക്കെല്ലാം ഷോക്കാവുന്നുണ്ട് കേട്ടോ. അവരെല്ലാവരും ഇത് കണ്ടിട്ട് മിണ്ടാതിരിക്കുകയാണ്. ആ സമയത്ത് ജാനകിയും ജലജയും അതുപോലെ തന്നെ അനാമികയും കൂടെ കിട്ടിയ അവസരം പാഴാക്കാതെ അനിയെക്കുറിച്ചിട്ടും നന്ദുവിനെക്കുറിച്ചിട്ടും ഒരുപാട് മോശമായിട്ട് കുറ്റപ്പെടുത്തി തന്നെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് ജാനകി പറയുന്നുണ്ട്, നിനക്ക് സംശയമാണെങ്കിൽ നീ നിൻ്റെ അനിയത്തിയെ വിളിച്ച് ചോദിക്ക്, അവളുടെ അടുത്ത് എൻ്റെ മോനുണ്ടോ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നയനയാണെങ്കിലും നന്ദുവിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്. അന്നേരത്തേക്ക് നന്ദു ഈ കാര്യങ്ങൾ പറയാൻ തുടങ്ങുമ്പോഴേക്കും തന്നെ നയന ചോദിക്കുന്നത്, അനി നിൻ്റെ കൂടെ ഉണ്ടോ എന്ന് മാത്രമാണ് കേട്ടോ. അപ്പോഴേക്കും അതേ ചേച്ചി ഉണ്ട് ചേച്ചി എന്ന് മാത്രം പറയുമ്പോഴേക്കും നയന ഫോൺ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് കട്ട് ചെയ്യുകയാണ്. എന്താ സംഭവിച്ചേ, എന്താ കാര്യമെന്ന് പോലും ചോദിക്കുന്നുണ്ടായിരുന്നില്ല നയന. അവിടെ എന്തോ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആകെ ദേഷ്യപ്പെട്ട് സങ്കടത്തിൽ തന്നെ നിൽക്കുകയാണ് നമ്മുടെ നന്ദു ആണെങ്കിലും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ ചാനലിലൂടെ ഒന്ന്